ഹായ് ഫ്രണ്ട്സ്, നമ്മളൊരു ഫസ്റ്റ് വ്ളോഗാണ്. എങ്ങനെയുണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ ഒരു ബാംഗ്ലൂർ ട്രിപ്പിൻ്റെ വ്ളോഗാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ബസ്സിലെത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഞങ്ങൾ ബസ് കയറി. എവിടെയും എത്തിയെന്നൊന്നും അറിയില്ല. ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ ഉണ്ട്. ലൈറ്റ് ഭയങ്കര ഡിമ്മാണ്. നമ്മൾ സ്റ്റാർട്ടിങ് അവിടെ എത്തിയിട്ട് ഞങ്ങൾ ബാക്കി വിശേഷം പറയാം. ആർക്കെങ്കിലും വിശക്കുണ്ടോ? നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാം. എവിടെയാണ് അത് തുറന്നിട്ടായി കാറ്റ് കിട്ടുമ്പോ റെഡിയോ. ഒച്ച ഉണ്ടാക്കില്ല. ഞങ്ങള് മാത്രമാണ് ഇവിടെ ഒച്ച ഉണ്ടാക്കണേ. ഒറ്റ സെക്കൻഡ് ഞങ്ങളൊന്ന് മ്യൂട്ടാക്കില്ല. ഞങ്ങൾ മാത്രം ഇണ്ടാണ്ട് ബസ്സിലൊരു അവസ്ഥ കാണിച്ചുതരാം. ഉണ്ടല്ലേ? കണ്ടോ? ഇതാണ് അവസ്ഥ. അതത്രേ ഉള്ളൂ. ഈ എൻജോയ് മൈസൂർ എത്തിയിട്ടുണ്ട്. മൈസൂർ സമയം 4 മണിയായിട്ടുണ്ടാവും. ഇനി ഫ്യൂ അവേഴ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ. വാഷ്റൂമൊക്കെ പോയി അറിയാലോ. നോർമൽ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞാൽ സെൻറ്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ സംതിങ് വളരെ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ടൂറ് ഇപ്പോൾ ഞങ്ങൾ കാണുമ്പം 1 ഇയർ ബാക്ക് ട്രിപ്പ് വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതാണ് ആക്ച്വലി എനിക്ക് ഓർമ്മ വരുന്നത്. ഞങ്ങളെ ന്യൂ ഇയർ ട്രിപ്പ് ഒരു 1 ഇയറായി എന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല ആക്ച്വലി. ഓൾമോസ്റ്റ് ഗുഡ് മോർണിംഗ്. എവിടെ എത്തിയെന്ന് അറിയില്ല. അങ്ങ് ദൂരെ മലയൊക്കെ ഉണ്ട്. അതെ, പുഷ് ബാക്ക് സീറ്റ് എന്താണെന്നറിയാതെ മൈസൂർ വരെ ഇരുന്ന മണ്ടന്മാരാണ് ഞങ്ങൾ. ഓൾമോസ്റ്റ് ഞങ്ങള് മരിവാളയിലെത്തി. റൂമിൽ പോകണം, ഫ്രഷ് ആവണം, ബാക്കിയുള്ള പ്രോസസ്സുകളൊക്കെ നോക്കണം. ഞങ്ങളിത് എല്ലാവരും ഫ്രഷപ്പ് ആയിരിക്കുകയാണ്. ഇനിയിപ്പം ഇവിടെ ആക്ച്വലി നമ്മൾ ബാക്കിൽ കാണിക്കണം. അവിടേക്കും കൂടുക നോക്കും. ഞങ്ങള് ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പരിപാടി വെച്ചാൽ നല്ല വിശപ്പുണ്ട്. ഇനിയിപ്പോ ചായ കുടിച്ചതിന് ശേഷം ബാക്കി തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇതാണ് ഫുഡിന്റെ സ്പോട്ട് തപ്പി നടക്കുകയാണ്. എല്ലാം പോയൊരു സ്ഥലത്ത് ഭയങ്കര റഷാ. കേക്ക് ഉണ്ടോ എനിക്ക് അറിയില്ല. പോയടുത്ത് നല്ല റഷാണ്. ഇനിയിപ്പം ഇവിടെ പോയിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ. ഓൾമോസ്റ്റ് ഫുഡാണ്. ഞങ്ങളുടെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. ഏതാ വേണ്ടേ? ഫുഡ് കഴിച്ച് എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ദോശ പേഴ്സണലി എനിക്ക് വലിയ ലൈക്കായില്ല. തസ്ലിക്ക് ഓക്കെ എന്നാ പറഞ്ഞേ. സെറ്റ് ദോശ ഞങ്ങള് പറഞ്ഞേ. പിന്നെ മസാല ദോശ നൈസായിട്ടുണ്ട്. നല്ല മുരിഞ്ഞ മസാല ദോശ. അതുപോലെ വട
വട സെറ്റ് ഇട്ട് നമ്മുടെ നാട്ടിലുള്ളവരോട് പറയണം ഇങ്ങനെയാണ് വട ഉണ്ടാക്കുക എന്നുള്ളത്. ബാക്കിയൊക്കെ സെറ്റാണ്. അപ്പൊ ഇനിയിപ്പോ നേരെ ഞങ്ങൾ അടുത്തൊരു ഡെസ്റ്റിനേഷനിലേക്ക് പോകണം. അതിനിപ്പം മനസ്സിലാക്കാൻ ഇവിടെ ഭയങ്കര ട്രാഫിക്കാണ്. ഒന്നും കൂടി കിടക്കട്ടെ. എന്നിട്ട് നേരെ അടുത്ത ഡെസ്റ്റിനേഷൻ പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ മറ്റൊരു കുരുണ്ടായിട്ട്. ഓക്കെ, അപ്പം ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എത്തിയിട്ട് കാണാം. കാർ കയറിയിട്ട് അടുത്ത അപേക്ഷ. നമ്മൾ ഇനിയിപ്പം അടുത്ത ഡെസ്റ്റിനേഷൻ എങ്ങോട്ടാ ജിബിന് അങ്ങോട്ട് പോകുന്നത്? സ്പൾബർ ഒന്ന് പറയൂ. ഓക്കെ, സ്പൾബറിനൊന്ന് ഫ്രഷ് ആവണം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പോവാ. ഓൾമോസ്റ്റ് എല്ലാം ഹിനൂസ് വേൾഡ് എന്താ എന്തോ ആലോചിച്ചോണ്ടിരിക്കുകയാണ്. എന്റെ യൂട്യൂബ് ചാനല് ഇതിന്റെ വ്ലോഗ് വരുന്നുണ്ട്. മെയിൻ ചാനലാണ്, നിങ്ങൾ അത് മറക്കാതെ കാണണം കേട്ടോ. സബ്സ്ക്രൈബ്. ഓക്കെ, എല്ലാരും ഒരേ വ്ലോഗ് ഇടും. ഡോണ്ട് വറി. പല മ്യൂസിക്കിലായിരിക്കും വിചാരിക്കും. ഓരോരുത്തരും ഓരോ വോയിസിലായി. നമ്മൾ അടുത്തൊരു ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. എവിടെയാണോ? ലേക്ക് അല്ലേ? ലേക്ക് എത്തിയിട്ടുണ്ട്. ഇതാണ് സ്പോട്ട്. ഇതിങ്ങനെ ഇവിടുന്ന് ചാടാൻ പറ്റില്ല. ഇങ്ങനെ റൗണ്ട് ഇടിച്ചിട്ട് ഇങ്ങനെ പോരണം. എന്നിട്ട് അവിടുത്തെ വ്യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. വെയിലുണ്ട് ആക്ച്വലി, പക്ഷെ കാറ്റിനുള്ള തണുപ്പുണ്ട്. ലേക്കിലേക്ക് പോവാൻ പറ്റില്ല. അവിടെ കണ്ടോ ടൈമിംഗ് ഉണ്ട്. അവിടെ എന്തോ വർക്ക് നടക്കുന്നോണ്ട് ടൈം വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ ഇതൊരു സ്പോട്ട് ഉണ്ട്. ഇവിടെ ഒരു ചെറിയൊരു അമ്പലം സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഓനെന്തായാലും ഫ്രഷപ്പായി വരണം ജിബിന്. അപ്പോൾ ഞങ്ങളിവിടെ നിൽക്കുകയാണ്. ആക്ച്വലി വി ആർ വെയിറ്റിംഗ് ഹിയർ. ഇരിക്കുകയാണ് അവര്. കെയർഫുള്ളാ. കരിക്കിന്റെ ടേസ്റ്റ് ഉണ്ട്. എങ്ങനെയുണ്ട്? കരിക്കാണോ? ഞങ്ങളുടെ സ്പൾബർ ഇതാ. വേഗം പോയി റെഡി ആയി വരൂ. ഞങ്ങള് സിനിമ. മാം കുറച്ച് ഫ്രൂട്ട്സ് എടുക്കട്ടെ മാം? ഷൂട്ടിംഗ് കഴിഞ്ഞോ മാം? ഷൂട്ടിംഗ് കഴിഞ്ഞോ? ആണോ? ഞങ്ങള് ഫിലിം ആക്ട്രസ് ആണ്. ഷിബിന കഞ്ഞിക്കുഴി. ഏതോ ഒരു ചെക്കൻ ലിക്വിഡ് ചോദിച്ച് ഇല്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ ഉണ്ട് എന്ന് പറഞ്ഞു പോകുന്ന രണ്ടാൾക്കാർ. ഈശ്വരാ, ഒരാള് കാര്യമായിട്ട് നല്ല ഉറക്കത്തില. ട്രിപ്പാണെന്ന് പറഞ്ഞിട്ട് കിടന്നു. മറ്റൊരു റീലില്ലേ? ഇതാ അടുത്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഗാർഡനിലേക്കാണ് പോണത്. ലാൽബാഗിലുള്ള ഗാർഡനിലാണ് ഓൾമോസ്റ്റ് നമ്മളെത്തിയത്. ഇവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഫ്രണ്ടിൽ എല്ലാവരും ഉണ്ട്. ബാക്കിൽ ഹർഷ, ഷിബു. ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ಎಷ್ಟು ഊരി ഗായ്സ്, നമ്മളെവിടെ എത്തിയേ? ബൊട്ടാണിക്കൽ ഗാർഡൻ, ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് എത്തിയത്. ഓ, ഇതൊക്കെയാണ് ആക്ച്വലി. ഇവിടെ നിന്നൊക്കെ നല്ല ഫോട്ടോസ് എടുക്കണ്ടോ. ഗ്ലാസ് ഹൗസ് ഉണ്ട്, ലൈബ്രറി, അതുപോലെ അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. പിന്നെ ഇതാണ് നമ്മളുടെ മാപ്പ്. ദിസ് ഇസ് ഹോൾഡ് ലാൽബാഗ് നോർത്ത് ഗേറ്റ് 1. 240 ഏക്കറിലേക്കാണ് നമ്മൾ നടക്കാൻ പോകുന്നത്. ഞാൻ ഈ കാണിച്ചു തന്നിട്ടില്ലേ, കണ്ടോ ഈ ഒരു സാധനം. ഐ ഡോണ്ട് വാണ്ട് ടു സേ എനിത്തിങ്. ഓൾമോസ്റ്റ് ഇപ്പൊ ഉച്ചയായില്ലേ? അതെ, ടൈം ഇനിയിപ്പോ 1:30. ടയേർഡായി കുറച്ചൊക്കെ അല്ലേ? നമ്മൾ ഒരുപാട് ഫോട്ടോസ് കണ്ടോ. എന്താണ് പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ ഇവിടെ കപ്പിൾസിന്റെ ഫോട്ടോഷൂട്ടാണ്. വേണ്ട
എന്താലേ നമുക്കാരും ഇല്ലട മല്ലയ്യ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? രണ്ടോനെ പോലെ യാരോ ഇല്ല. ഒരു ബ്രേക്ക് എടുക്കാന്ന് ചോദിച്ചു. ഒരു 8000 ഇത് യഥാർത്ഥ കാമുകി. ഇതിലേതാണ് യഥാർത്ഥ കാമുകി നിങ്ങളത് പറയും. ഇത്രയും ആനന്ദമായിട്ട് പിടിക്കുന്ന ഇവിടെ ഇങ്ങനെ പിടിക്കുന്നതാണ്. ഇതൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെ. ഇവിടെ എന്തോ ഒരു ഇൻട്രസ്റ്റ് കോർത്ത് പിടിക്കുന്നു. ഷിരൂസ് വേൾഡ് ഞങ്ങൾ ഓൾമോസ്റ്റ് ഇവിടെ കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ നേരെ പബ്ബിൽ പോകണം എന്നുള്ള പ്ലാനാണ്. പിന്നെ അറിയാലോ, ഓഫ് കോഴ്സ് ബാംഗ്ലൂരാണ്, ഓഫ് കോഴ്സ് ബില്ല് നല്ലതായിരിക്കും. സോ നിങ്ങൾക്കറിയോ അവിടുത്തെ ചേട്ടായി പറയും വ്ളോഗറാണോന്ന്.